അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എണീറ്റിട്ട് ഇത്തിരി നേരമായി. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് കിടുകൂടെ കിടപ്പുണ്ട്, കാണിച്ചു തരാം. നല്ല ഉറക്കോ. അവനിവിടെയാണ് കിടക്കുന്നത്. പിന്നെ ദേ രണ്ടെണ്ണം നമ്മുടെ മോളെ. നമ്മൾ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇത് നമ്മുടെ ടർക്കി, കമ്പിളി നാരകം, മേളിൽ നിൽക്കുന്ന മരങ്ങൾ, ക്യാമറ, പിന്നെ നമ്മുടെ പറമ്പുകൾ. കുറച്ച് കഴിഞ്ഞാൽ ഷെഡിലോട്ടൊന്ന് പോകണം. ഇന്നലെയൊക്കെ പണിക്കാരുണ്ടായിരുന്നു, അവിടെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കെട്ടി തറയിലോട്ട് വെള്ളവും ഉറവേ ഉണ്ടായിരുന്നു. അതൊക്കെ മാറുന്ന പോലെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയെന്ന് തോന്നുന്നു. മഴ കുറഞ്ഞു, വെള്ളവും കുറഞ്ഞു. എന്താ അത്? സുഖസുന്ദരമായി കിടക്കുവാണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തോട്ടി പോവാണ്. ജാനു, കോക്കോ, പാത്തു. അമ്മോ വീഡിയോ എടുക്കുവാണോ? ജാനു, കൊക്കോ, പാത്തു എല്ലാവരും കുളിപ്പിക്കണം. സുലുവമ്മയും വരുന്നുണ്ട്, കുഞ്ഞാറ്റയും വരുന്നുണ്ട്. ഹലോ ഹൈസ് പറഞ്ഞില്ല. ചുടുണ്ട് ക്യാമറ ഉണ്ട്. എല്ലാവരും വീഡിയോയിൽ പറ, ഇത് വെള്ളച്ചാട്ടമാ, അതേ ജാക്കി പോകുന്നു, ഇതൊക്കെ പറയണം. അത് ക്യാമറയാ, കുഞ്ഞിന്റെ വീഡിയോ അത്. എന്തോ രഹസ്യം പറഞ്ഞ. ഇവർ ഭയങ്കര കൂട്ടാ, സുലുവമ്മയും കുഞ്ഞാറ്റയും ആത്മാർത്ഥ തോഴരാ. എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തോ അമ്മേ? ഓ, ജാതിക്ക വിളഞ്ഞത്. ആ പോന്നു നോക്കി, ചെരുപ്പുമില്ല, ഒന്നുമില്ല. ആ റബ്ബറും കൊട്ടയ്ക്ക. എന്തറിയാവോ ഇത്? ഇതാണ് ഞങ്ങളുടെ റബ്ബറും കൊട്ടയ്ക്ക, റബ്ബറിൻ്റെ കാ. ഇതുണ്ടോ പിന്നെ? ആ ഇതിൻ്റെ ഉള്ളിലെ കാ ഉരയ്ക്കും. അച്ഛൻ്റെലുണ്ട്, അച്ഛൻ്റെ കീശയിലുണ്ടെന്ന് ഇതിനകത്തെ സാധനം, ഉരയ്ക്കുന്ന സാധനം. ഇത് നമ്മൾ പറക്കി കൂട്ടി ചാക്കിൽ പിള്ളേരെല്ലാം കൂടെ പോയി നിറയെ പറക്കിയിട്ട് വരുമായിരുന്നു പണ്ട്. ഇപ്പോഴും നമ്മളിത് പെറുക്കി വെക്കും. തീ കത്തിക്കാൻ നല്ലതാണ്, നല്ലോണം കത്തും, ഒറ്റക്കത്ത്. അവിടെ കൊണ്ടുവെക്കണം കുറേ. ആ അതിനകത്തെ കാണിച്ച് ഇതിങ്ങനെ ഉരച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ചൂട് വെക്കുമായിരുന്നു. വരുന്നില്ലേ ജാക്കി മാറ? മിസൈൽ പോലെ പോയിട്ടുണ്ട് ചിന്നു. മഴ തോർന്ന് 3-4 ദിവസം ആയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും നല്ലോണം. വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ബാക്കിലെ വാ വാ വാ, അത്രയും മതി, പെറുക്കിയത് മതി. വാ, ജാക്കി വരുന്നില്ല, വർത്താനം പറയണ്ട. പിന്നെ അമ്മ കൂടെ ചാടാനുള്ള പരിപാടിയാണ്. വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു. പിന്നെ ജാതിക്കല്ലേ അവന്. ബാ, കൊട്ടയ്ക്കാ പൊഴിയുന്നു. എൻ്റെ ഇരട്ട പിള്ളേർ കുളിക്കണ്ടേ? പോകുന്ന സന്തോഷം നോക്ക്. രണ്ടുകൂടെ കടി ഉണ്ടാക്കുന്നേ. എടീ, എങ്ങോട്ടെല്ലാം പോകാൻ തുടങ്ങിയ പിന്നെ തുള്ളിച്ചാട്ടം കടിയുവാ. മേടിക്കുവേ. ഞാൻ പോവാ ജാനു, ഞാൻ പോവാ ടാറ്റാ. എന്തിൻ്റെ സോക്കട ഇവളുമാർക്ക്? കണ്ടോ, ഇല പൊഴിഞ്ഞ റബ്ബറും വഴിത്താര. എത്ര ഇലയെ പൊഴിഞ്ഞു പോയി. കാറ്റാടി ഉണ്ടാക്കി തരണം ഇനി. റബ്ബറെല്ലാം വെച്ച് കാറ്റാടി ഉണ്ടാക്കി തരട്ടെ. തന്നെത്താനെ എന്തൊക്കെയോ കാണിച്ച് ചെരുപ്പ് പോലും ഇല്ലാണ്ട് ഓടുന്നു നോക്കി. വേലിയാടിയല്ലേ നീ ചാടിയല്ലേ? ആരാടാ വേലി അടച്ചേ? കൊച്ചിനെ ഇടിച്ചിട്ടത്. അമ്മേ
കയ്യെ പിടിച്ചോ. കാട്ടുകല്ലൊക്കെ പെറുക്കി വെച്ച് ഈ സൈഡ് കെട്ടി കേട്ടോ. ഇവിടെ കെട്ടി റെഡിയാക്കി, കെട്ടിപ്പൊക്കി റെഡിയാക്കി. വെള്ളച്ചാട്ടത്തിൻ്റെ വണ്ണം കുറഞ്ഞു, ശക്തി പക്ഷേ ഇപ്പോഴും ഉണ്ട്. പണികാരുടെ തുണി കേട്ടോ, പണികാരുണ്ട് ഇതിനകത്ത്. ആ സുലുവമ്മയും കൊണ്ട് വരുന്നുണ്ടോ. ഒറ്റ കുറച്ചില്ല, കൊടയും അമ്മേ. ആ അവൻ്റെ മീൻ പിടുത്തം ഏതായാലും തീരുമാനമായി. ഒരു പ്രത്യേക സുഖമാണ് നീ വെള്ളത്തിൽ ചാടിയിട്ടുള്ള ഇത്. എടാ കുഴി കിടക്കും നീ. എൻ്റെ മോളെ എണ്ണ തേച്ച എണ്ണ, ഈ എണ്ണയാണ് എൻ്റെ കൊച്ചിന് തേക്കുന്നത്. നോക്കമ്മേ, അവനെ നോക്ക്. ദേ നമ്മുടെ വീട്. എൻ്റെ വീട് ഓടിയൊന്ന് വരാൻ ഞാൻ ഇവിടുന്ന് എടുത്തോളാം. കാണിച്ചേ. ആ അവന് മീനെ കിട്ടി. കിടു മീനെ പിടിക്കുന്നടാ. കാണത്തില്ലടാ. ഞാൻ എൻ്റെ പട്ടിയെ കുളിപ്പിക്കാൻ വരുമ്പോൾ മാറിയില്ലെങ്കിൽ അതിന്റെ മീന് എല്ലാം കൂടെ. ആ ലൂക്ക എടാ വഴക്ക് പറയലാം വെള്ളത്തിൽ ചാടിയാലേ. ഞാൻ മോർണിംഗ് വാ, ഇതോ വെള്ളം. എടാ മിണ്ടായിട്ടില്ലടാ, പോയപ്പോ എടുത്തോണ്ട് പോകണമായിരുന്നു. പശു വരുന്നു, പശു. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രയിട്ട് ഓടിച്ച് പാത്തു. ഇതോ വെള്ളം, വെള്ളം. പശുവേ അവളിരിക്കട്ടെ, ഇരിക്കട്ടെ. പശുക്കുട്ടി ആടിരുന്നോളൂ, അവിടെ കിടന്നോടാ. അവൻ നീന്താ സ്ഥലമില്ല, വെള്ളം കടിച്ചു പിടിക്കുവാടാ. ആ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, പിടിച്ചോണേ. അവന് നീന്താൻ വെള്ളം കിട്ടുന്നില്ല, എൻ്റെ ഇരട്ടപ്പിള്ളാര്. കലക്കണോ, കലക്ക നോക്ക്. എടാ കുഞ്ഞാറ്റ വീഡിയോ പിടിക്കണം. അതിന് മീൻ എടുത്ത് തോട്ടിക്കളഞ്ഞ ഇപ്പൊ. എന്റെ ഫോണെങ്ങാനും വെള്ളത്തിൽ പോയ പൊന്നു മോനെ, നിന്നെ ഞാൻ പാറ വെട്ടി പറ്റിക്കും. ചിക്കൻ നനഞ്ഞാൽ വലിയ കുഴപ്പമുണ്ട്. ചിക്കന് വലിയ കുഴപ്പമുണ്ടോ? നനഞ്ഞോ? വരുന്നുണ്ട്, വരുന്നുണ്ട്. അയ്യോ ഒരിടത്തും കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. ഞാൻ കല്ലെടുത്ത് ഇതിന്റെ മേത്തേക്കിടും. മേലേക്ക് കിടക്കുന്നത് മാറി അങ്ങോട്ട് പോ. ആരെയാണോ വിളിക്കുന്നത്? ഈ ചിക്കനൊക്കെ എടീ, മറ്റേ ചിക്കനൊക്കെ നമ്മൾ കഴുകി എടുക്കുമല്ലോ, അതുപോലെ ഉണ്ട്. തൊലിയെല്ലാം കളഞ്ഞിട്ട്. അപ്പനെ അവിടെ ഒന്നും കാണുന്നില്ല. പാത്തോ
ആ കുളിക്കണം. മാമനെ ആലോചിക്കുക, ഞാനും ആലോചിക്കുക എന്തോ ചാരഞ്ഞുണ്ടോന്ന്. മാമന് വഴക്കുണ്ടാക്കും. വീടല്ലേ അച്ഛൻ്റെ വന്നു പോയ കളവാ, മോൻ്റെ കൂടെ കളയല്ലേ. എന്നാ നീ എവിടെ ശരിക്കും വീണേ? ഇതിലോ കമന്നടിച്ചു വീണോ? അടിച്ചേരി നീർനായനെ പോലെ ഉണ്ടല്ലോ ഇപ്പ. കടി ഉണ്ടാക്കിയ 2 അടി മേടിക്കേ. കടി വേറെ ഒരാളുണ്ടാക്കും. എന്താ എന്തോ അത് മാർക്കറ്റ് എനിക്ക് തുടങ്ങുന്നുണ്ട്. എന്തോ അത് മാർക്കറ്റ് മീന്. എന്തോ മീനാ? എന്താ മീനാ? ചൂണ്ട. ചൂങ്കട? ചൂണ്ട. ചൂണ്ടയാ? ആ കൊള്ളാം. അതാണോ മോൻ പിടിച്ചേ? അത് ഇങ്ങോട്ട് നോക്കിക്കടി. എത്രണ്ണം കിട്ടി? 2 മീൻ കിടക്കുന്ന കണ്ടോ എല്ലാരും? ചൂങ്കട മീനാ. അവൻ ഈ വെള്ളം പോരാ, ഉണങ്ങാനിരിക്കുവോ 2 എണ്ണം. മോനെ പുറകോട്ട് പോക്കിടൂ. അരയിലല്ലടാ, കഴുത്തല്ലടാ കിട്ടുന്നേ. ആ അങ്ങനെയാ കിട്ടുന്നേ. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. വീഴുന്നീന്ന് 1 2 പോത്ത്. അപ്പയുടെ കൂടെ മേളിൽ കിടക്കാവോ പ്ലീസ്? എന്താ അപ്പയുടെ കൂടെ മേളിൽ? എടാ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാടാ, എൻ്റെ കൂടെ വരാവോടാ മേളില്? ആ ഞാൻ പറഞ്ഞാ കേക്കാം. ആണോ? വേറെന്തൊക്കെ ചെയ്യണം? തൂത്തുവാരണോ? ആ തൂത്തുവാരാ. പിന്നെ പട്ടിയെ കൂട്ടിക്കൊണ്ട് വന്ന പട്ടിയെ വഴക്ക് പറയില്ല. ഇല്ല വഴക്ക് പറയത്തില്ല. വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവോ രാത്രി? രാത്രിയാകുമ്പോൾ വഴക്കുണ്ടാക്കിയാൽ പറയുന്ന ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇപ്പോൾ പോകുന്നു. അപ്പയുടെ കൂടെ വരുമോ അപ്പം മേളിൽ? അപ്പം നല്ല ഒച്ചയായിട്ടിരുന്നാ വരുമോ? പിന്നെന്തോ ചെയ്യണോ അപ്പാ? ഇത് പോയി ഈ ഞാൻ പേരയ്ക്ക് വടിച്ചേരാം. ആഹാ എല്ലാം അപ്പ മേളിൽ കിടക്കാം, നീ കൂടെ വന്ന് കിടന്നാ മതി. ആണോ? എന്താ അമ്മലു ഇന്ന് പോയിട്ട് എന്തോണ്ട് വിശേഷം അങ്കൻവാടിയില്? എവിടെ അങ്കൻവാടി പോ? ഗിഡുവിനെ വഴക്ക് പറയുന്നു. ഗിഡു എന്തോ അമ്മലു കാണിക്കുന്നേ? ഓ ശോ, കിടുവിനെ കൊണ്ട് കൊച്ചിന് സമാധാനമില്ല. ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. അസല് ശാലു ചേച്ചി. എൻ്റെ അമ്മോ, കിടു അക്കച്ചി പറയുന്ന കേക്ക്.
എന്താ അമലു കിടു പറഞ്ഞാ കേക്കാത്തെ? ആണോ? ഇനി അതിനോടും ഉണ്ടോ? ഞാനും അല്ല കോക്കോയ, അമ്മച്ചിക്ക് തെറ്റിപ്പോയി. ഇതേ കിടു അവിടെ വെള്ളം ഒഴിച്ച്. പിന്നെ എങ്ങോട്ടാ? ആ അമല് വഴക്ക് പറ കിടുവിനോട്, ദേ ചെളിയാക്കുന്നു. അവൻ കൊഞ്ചു, അവള് താട്ട് കിടക്കുന്നത്. അടിക്കരുത്, മിണ്ടണ്ട അല്ലേ? ഇവിടെ നിന്നോണ്ട് പറ അയ്യട മനവേ. പിണങ്ങി പോയി. ഇല്ല മൂപ്പിച്ചു പോവാ ഇനി വരത്തില്ല. എന്തിനാണ് അടിച്ച കൊച്ചിനെ? ഡാ എന്തിനാ നീ അടിച്ചേ? എന്തിനാ നീ അടിച്ചേന്ന് പറ. അവന്റെ മോന്ത് നോക്കി. നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല പല്ല്, നല്ല ചിരി, നല്ല ഇത്, ചീത്ത സ്വഭാവം. അപ്പത്തേക്ക് ദേഷ്യം. കിടൂടെ മിണ്ടണ്ട കേട്ടോ. നല്ല കണ്ണ്, നല്ല മൂക്ക്, എന്തേ പല്ല് കാണിച്ചേ, ചിരിച്ചേ. നല്ല പല്ല്, നല്ല ചുണ്ട്, നല്ല കയ്യ്, ചീത്ത സ്വഭാവം. ആണോ? ചെല്ല കിടുവിനെ ഒന്ന് വഴക്ക് പറഞ്ഞത്. അവിടെ എല്ലാം പുല്ല് പറിക്കുന്നത്. വിട്ടേ ചേച്ചി അവളെ. ഈ കിടു പറഞ്ഞാ കേൾക്കുന്നില്ല. ചെന്ന് പറ. സൈന്യങ്ങളെല്ലാം ഉണ്ടോ? ചെന്ന് പറഞ്ഞേ. മോനെ ജാക്കി മാറി. എന്തു ഇത്? നിനക്കെന്തോ പട്ടിയെ പേടിയോ? ഇതാ കല്ലൂനെ ഒന്ന് വഴക്ക് പറഞ്ഞു. നീ പാലം വെട്ടിക്കൊണ്ടിരുന്നു. അതെന്തുവാ കയ്യില്? നീ പാലം പണിഞ്ഞോ? കുട്ടുപാവേ എടാ പൊണ്ണമാവേ, ഇതുപോലൊരു പൊട്ടമാവേ. എല്ലാ പെണ്ണുങ്ങളെ ഒന്ന് നക്കി വെച്ചാൽ പോകത്തുള്ളൂ. മ്ലേച്ച മറ്റേ മ്ലേച്ചനാണോ ഇത്? അന്നേരം മ്ലേച്ചനാണോ ഇത്? അവിടെ സ്കാനിങ് നടക്കുക. സ്പോട്ട് ഓൺ അടിക്കാനായി അല്ലേ? ചേച്ചി അവിടെ പോകാന്ന് പറ. ഞാൻ മീൻ പിടിക്കാൻ നോക്കട്ടെ. മഴ കാലം മാറി, മഴയെല്ലാം മാറി, വെള്ളം ഒരു ലെവലിന് നിൽക്കുക. ഒത്ത ചിലപ്പോൾ ശാലം മീൻ 2 കിലോ മീൻ രാവിലത്തെ കിട്ടും. വല കെട്ടണം. പിന്നെ ചൂണ്ട. എടാ വണ്ടി പഞ്ചറാവും, എടുത്ത് മാറ്റി വെക്കാൻ. നീ വരുന്നോ? മീൻ പിടിക്കാൻ പോകാൻ വരുന്നോ? പാലം ഉണ്ടാക്കി വണ്ടി അതേ കൂടെ എങ്ങനെ കയറുന്നേ? മാറ്റിയിട് തൊപ്പിയോട് നിന്റെ. അല്ല ജാക്കി കൊണ്ടുപോകും. ഞങ്ങള് പോവാ. ഇപ്പൊ ഇവനെ കരയിച്ചിട്ടല്ലേ ഇതെടുത്ത് കളയണം. നീ വരണ്ട, ഞങ്ങൾ വേറെ വല്ല പിള്ളേരെ. ഞാൻ അജിതയുടെ കൊച്ചിനെ കൊണ്ടുപോക്കോളാം. അജിതയുടെ കൊച്ചിനെ എടുത്തോണ്ട് പോവാ ചേച്ചി. അവൻ വരുന്നില്ല, നമുക്ക് അജിതയുടെ കൊച്ചിനെ കൊണ്ടുപോവാം. വന്നോ? എന്നാ ഇത് പിടി, തൊപ്പി പിടി. എങ്ങോട്ടാ പോന്ന കോക്കോയും കൊണ്ട്? ജാനു വരുന്നില്ല ഇന്ന്. ഇപ്പോഴല്ല വരുന്നത്. പിന്നെ കുട്ടുവാകത്തോ എന്നെ പൊന്നുവനാകത്തോ. മുതലാളി അടി വരാമടി വന്നു കൊണ്ടുപോവാ. അച്ചാച്ചി പിന്നെ വരാമല്ലോ. ഇപ്പൊ പോയിട്ട് ചൂണ്ട എടുക്കാൻ വരും. അന്നേരം മോളെ കൂടെ കൊണ്ടുപോവാ. അല്ലെങ്കിൽ കൂട്ടിക്കാ കൊണ്ടുപോവാ. അയ്യോ കൈ അതിനോട് വാ, കൊണ്ടുപോവാ. വണ്ടിയിൽ ഇരിക്കേ ഉള്ളൂ. അടി ഉണ്ടാവല്ലേ. പുറകെ കയറ്. ഇനി വാ, ഇവിടെ കയറിക്കോ ചേട്ടാ. ഡോർ തുറന്നു കൊടുക്കും ചേട്ടാ. എന്നാ പിന്നെ അവളെ എന്തിനാ നിർത്തിയേക്കുന്നത്? എല്ലാം കാറായിരുന്നുള്ളൂ. കണ്ണാടി അവന് ചെരുപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉള്ളു ഇടാത്തെ. ഒരു ചെരുപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട് ചേച്ചി. ഇവന്റെ ഒരു പഴയ ചെരുപ്പ് കിടപ്പുണ്ട്, അതെടുത്തിരിക്കാം. അവിടെ ചെന്ന് കച്ചറ ആവട്ടിരുന്നത്. ട്യൂഷന് പോയിക്കല്ലേ? ഇങ്ങോട്ട് പോയിക്കേ. ഓ എന്റെ അമ്മ, ഇത് ആരാ ഇത്? നോക്കി വരലിടാതെ. ആര്? പിച്ചമാമൻ എന്തോ കാണിച്ചു? ആണോ? ഷോ പിടിച്ചിരിക്കു കിടൂ. അമ്മല് പറയുന്ന കേട്ടില്ലേ? ചേട്ടൻ കൂടി ഇരിക്കും നോക്ക്. ഞങ്ങള് വീശുകളം തപ്പി ഇറങ്ങിയ. അവിടെയാ അച്ചാച്ചി ദേണ്ട അവിടെ ഇങ്ങനെ വല കെട്ടും. എന്നിട്ട് ഞങ്ങൾ മീൻ പിടിക്കും. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഞാൻ കണ്ട്. ഇപ്പോഴേ ഞാൻ പറയുക, ചാടിയ ഞങ്ങൾ വരത്തില്ല തപ്പാൻ. പൊക്കോട്ടെന്ന് നോക്കും കേട്ടോ. ഏത് കുഞ്ഞ്? എടാ എന്നെ നോക്കിക്കോണേ. അത് അതിന് അണ്ണമ്മച്ചി വരുന്ന കുഴി.
അതിനകത്തൂടെ വന്നാൽ പിള്ളേരെ പിടിച്ച് താഴോട്ട് കൊണ്ടുവന്നേ. ആ അതിനകത്തൂടെ കൈ ഇങ്ങനെ വരും. ഈ കുഴിക്കകത്തൂടെ കൈ വന്ന് ഒറ്റ പിടിയാ. പിള്ളേർ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെ വലിച്ച് അതിനകത്ത് കൊണ്ടുപോകും. നീ പറഞ്ഞാൽ കേൾക്കുവോ? ആരാ പറഞ്ഞാൽ കേൾക്കാത്തേ? ആ ഇട്ടോട്ടെ, മോൻ്റെ കുഴപ്പമില്ല കേട്ടോ. അവരുടെ കാല് വേദിക്കത്തില്ല, അതുകൊണ്ടാണ്. ഓഹോ 3 മാമൻ പറയുന്നത് കേട്ടോ കേട്ടോ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ താഴെ വീടല്ലേ, ചാടല്ലേ, എത്തി നോക്കല്ലേ. ഓ അച്ചാച്ചി ഇറങ്ങിപ്പോന്നു വേണ്ട വലയും കൊണ്ട്. അതുവഴി വരുന്നുണ്ടടാ. അതാ അച്ചാച്ചി നീന്തി വല കെട്ടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. കല്ലു എന്തിയാ അച്ചാച്ചി? ആഹാ ദോ കൂടെ നീന്തുന്നതാണ്ടാ. അച്ചാച്ചി വെള്ളത്തിലിറങ്ങി അവളും ഇറങ്ങും. കല്ല് പോകുന്നതാണ്ടാ. അച്ചാച്ചിയുടെ കയ്യിലിരിക്കുന്ന വല അതിങ്ങനെ നിവർത്തി 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 അക്കരയിലേക്ക് പോവുകയാണ്. കെട്ടുവല. അച്ചാച്ചിയെ കണ്ടാ തോണ്ടാ, കണ്ടോ നീ അച്ചാച്ചിയെ? കല്ലുവിൻ്റെ കുഞ്ഞിത്തല കണ്ടോ? മതി, നാട്ടുകാർ ഓടി വരും. പിള്ളേരെ പേടിപ്പിക്കാനുള്ള സാധനം നിൽക്കും. ഒലക്ക പൊന്നിക്കാവുന്നൊരു പ്രശ്നമല്ല. നേര്യമംഗലത്ത് പോവോ? എന്നെ ഇട്ടേച്ച് പോവോ? ഇങ്ങോട്ട് നോക്കി പറ. അപ്പം ഇട്ടേച്ച് പോവോ? നീ കേട്ടില്ലല്ലോ, കണ്ടില്ല പറഞ്ഞേ. അച്ഛ കാണുമ്പോ നീ മറക്കൂ എന്നെ? അച്ഛൻ്റെ കൂടെ പോവോ? എടാ ഏറ്റവും ഇഷ്ടം ആരോടാടാ? എന്താ ഉറക്കെ പറയാത്ത? ഒരു വീഡിയോ കാണുമെന്ന് അവനറിയാം. ആരോടാ? ആ കള്ളച്ചെറുക്കൻ. അവർ വീഡിയോ കാണുമെന്ന് ഇവന് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം. കുഴി കിടക്കും, ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. മാമൻ കുഞ്ഞിനെ പേടിപ്പിച്ചോ? അക്ഷരം മാത്രമേ ഉള്ളൂ, അവന് പേടിയാ. അമലു മാമനെ ഇടിച്ചേ. അമലു കിടുവിനെ രക്ഷിച്ചേ. വിഷയം മാറ്റാതെ മാമനിട്ട് ഇടി കൊടുക്ക്. എന്താ ഇടിക്കാതെ? കിടു നേണ്ട വിഷമിച്ച് നിൽക്കുന്നു. കിടു എല്ലാവരും ഇടിച്ച് നിന്നെ രക്ഷിക്കുന്നതല്ലേ? പറ അവളോട് രക്ഷിക്കാൻ. ആ ഇടിച്ച് പഞ്ചറാക്കും നിന്നെ. പേടിയുണ്ട്. ഇരുന്നോണ്ട് അടി ഉണ്ടാക്കല്ലേ. കൂട്ടൂല. അമലു നിന്നോട് കൂട്ടൂല എന്നവൻ. അമലു കൂട്ടുവോ? അമലു കിടുവിനോട് മിണ്ടുവോ? ഒരു ഉമ്മ കൊടുത്തേരെ. നീ മിണ്ടാത്തവരുടെ ഉമ്മയൊക്കെ മേടിക്കോടാ. അയ്യേ പോലീസുകാർ കരയുവോ? ചുമ്മാണ്ട് പോണുണ്ട് കരയല്ലേ. ഇനി എന്തിനാ വണ്ടിയെ പോകുന്നവരെ കല്ല് പറക്കി എറിയോ? വണ്ടിയെ പോകുന്നവരെ കല്ല് പറക്കി എറിയുവോ? എല്ലാരും കണ്ട് കരയുന്നു. എന്നാ മടി കിടന്ന് കരഞ്ഞു. എല്ലാവരും അത്താഴം കഴിഞ്ഞു. ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അച്ചാച്ചിയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാണ്ട് വന്നിരിക്കുക. ദോശയും കറിയൊക്കെ കഴിച്ച് വലയൊക്കെ കെട്ടി ഇങ്ങനെ ശാന്തസുന്ദരമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. പാതിരാത്രി ഏതെങ്കിലും ഒരു സമയമാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും. അച്ചാച്ചി രാവിലെ കല്ലും കൂടെ പോകും. അല്ല കിടോ, ഉറക്കത്തിൽ നിന്ന് വന്നതാണ്. കല്ലൂന് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് വേണം. താഴെ ഇട്ട് കൊടുക്കുന്നത് തമ്പുരാട്ടിക്ക് പിടിക്കൂല. നിന്നെ വിഷമം ഒട്ടും വെള്ളമില്ല. എന്റെ വലിയ വലയോ ഇതൊക്കെ സെറ്റപ്പാ. ബാഗിലൊന്നും കണ്ടില്ലേ? ബാഗിൽ നിന്ന് ചൂണ്ട, പായ, ചെറിയൊരു തലയണ എല്ലാം ഉണ്ട്. ബെഡ്ഷീറ്റ്. നമ്മളെ സ്നേഹിച്ച് ഒത്തിരി പേര് ഒരുപാട് കമൻ്റ് അല്ല
ഉപദേശവും സ്നേഹത്തോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഈ വളർച്ചയൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. എന്നെ എൻ്റെ അപ്പൂപ്പൻ കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു. ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ ആറ്റിലീരത്ത് കൊണ്ടുവന്ന് ഇന്നിടത്ത് കല്ലിടിഞ്ഞ് വീഴും, ഇന്നിടത്ത് ഇന്ന സമയം കാറ്റുണ്ടാകും, ഇന്ന പോലെ ശ്രദ്ധിക്കണം, ഇന്ന മരങ്ങൾ മാറ്റി നടണം. അങ്ങനെ ഓരോന്നായിട്ടാണ് നമ്മൾ ഈ ഗ്രാമത്തിൽ വളരുന്നത്. നിനക്ക് ഇവിടുന്ന് വള്ളത്തെ പോകുന്ന കാര്യം ഇപ്പോൾ ഒന്ന് ആലോചിക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ വള്ളം വെച്ച് ഒരാളെ അക്കരയ്ക്ക് വിടാമേ അന്ന് അവർ ഈ നാടും വിടും, സുഖത്തോടുള്ള അവരുടെ സ്നേഹവും മാറും. അത്യാവശ്യം ഒറ്റയ്ക്ക് അക്കരയ്ക്ക് വെള്ളം തുഴഞ്ഞു പോയിരുന്നു. അപ്പം അങ്ങനെ ഓരോ കാലം നമ്മുടെ ഈ നാട്ടിൽ എനിക്കൊരു 18 വയസ്സായ ശേഷമാണ് കറണ്ട് വരുന്നത്. ഏതാണ്ട് 42 വർഷം. ഇവിടെ സുഖത്തോട്ടി അപ്പോഴും മെയിൻ റോഡിനോട് ചേർന്നിടത്ത് മാത്രമേ ഒന്ന് കറണ്ടുള്ളൂ. അപ്പോഴും തോണ്ട് ആ വെട്ടമൊക്കെ കാണുന്ന മലയിലൊക്കെ പിന്നെന്നോ ആ കറണ്ട് വന്നു. അപ്പോഴും അവരവിടെ ജീവിച്ചു. ഒരു ചെറിയ ആവശ്യം വന്നാൽ ഒന്നിൽ മെഴുകുതിരി വെട്ടം, അല്ലെങ്കിൽ വളരെ അപൂർവമായിരിക്കും 2 ബാറ്ററി ഒരു ടോർച്ചുള്ളത്, 2 സെല്ലിൻ്റെ ബാറ്ററിനാവും. അതും മിക്കവാറും സെല്ല് തീർന്ന് വെയിലത്ത് വെച്ചുണക്കിയാൽ പിന്നെയും ഇടുന്നു. ഒരാരോഗ്യം കൊണ്ടൊക്കെ പോകണേൽ എടുത്തുകൊണ്ട് എന്നാൽ ഇവിടെ കാണാൻ വന്ന വണ്ടിയുണ്ട്. പിന്നെ ചിറ്റാറ് വരെ പോയിട്ട് എസ്റ്റേറ്റിൽ കൂടെ നടന്ന് അങ്ങനെ ഓരോന്നും ഘട്ടം ഘട്ടമായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏതെന്ത് ക്ലൗഡുണ്ടെന്നറിയാം. ഞാനാണെങ്കിലും ഇവിടെ വന്ന് ഇത്രയും നേരം ഇരിക്കുന്നതിന് മുമ്പ് ഈ പിറകുവശത്തെ മതിൽ ശ്രദ്ധിക്കും. ഇതിടിയാൻ സാധ്യതയുള്ളതാണോ, മൺതിട്ടയാണോ, ഇതിൻ്റെ അടുത്ത് മരമുണ്ടോ, ഇവിടെ തെങ്ങുണ്ടോ, ഉണങ്ങിയ തേങ്ങ ഉണ്ടോ, ഉണക്കക്കമ്പുണ്ടോ, തലയിൽ വീഴുമോ, ഇതല്ലാതെ തേങ്ങ. ഇതെല്ലാം ശ്രദ്ധിച്ച ശേഷമേ ഇന്ന് ഇരിക്കാറുള്ളൂ. അത് ഓട്ടോമാറ്റിക് അറിഞ്ഞു. നമ്മൾ സെർച്ച് ചെയ്യുന്നതല്ല. ഇവിടെ കടുക്കാപ്പി കുടിക്കുന്നു, അതതിൻ്റെ വായിൽ നിൽക്കുന്നു. നോക്കട്ടെ പൊക്കുവോന്ന്, മസിലുണ്ടോന്ന്. അങ്ങോട്ട് പോവോ? അറിഞ്ഞു തുള്ളി മഴ പെയ്ത് തുള്ളി തോരാത്ത മഴ, തുള്ളി തോരാത്ത മഴ പെയ്യേണ്ട സമയമാണ്. എന്താണോ ഈ വർഷം ഇങ്ങനെ? ഇനി പണ്ടത്തെ എൻ്റെ കൂട്ട് ആഗസ്റ്റ് പെയ്യാനിരിക്കുവാണോ എന്തോ. ഈ വർഷം 2-3 ദിവസം വല്ലാതെ കാറ്റുണ്ടായത് എന്തോ നമ്മുടെ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റമാണ്. പക്ഷേ നിലവിൽ ഇതുവരെ അങ്ങനെ കാറ്റെന്നാലും നമ്മുടെ വീടും നമ്മുടെ പറമ്പിലൊന്നും വൻമരങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്ന ചെറിയ കേടുണ്ടായിരുന്ന ഒരു തെങ്ങുണ്ടായിരുന്നു വീടിനോട് ചേർന്ന്. പിന്നുള്ളത് സുരേഷൻ പിള്ള എന്നൊരു വൻമരമായിരുന്നു, അത് വീണു. അത് കൂട്ടുകാരനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് സുരേഷൻ പിള്ള എന്ന വൻമരം വീണു. ചില നിമിത്തങ്ങൾ ഇപ്പം തന്നെ ഷിരൂരിൽ അർജുൻ പോയത് 1 മിനിറ്റിന് മുമ്പ് ചായയും കുടിച്ചാൽ അർജുൻ പോയിരുന്നെങ്കിൽ അർജുൻ അതിൽപ്പെടില്ലായിരുന്നു. 1 മിനിറ്റിന് ശേഷമാണ് അർജുൻ വന്നിരുന്നെങ്കിലും എത്രയോ വാഹനങ്ങൾ പോകുന്ന നല്ല ഹൈവേ ആണ്. പക്ഷേ മറ്റൊരിടത്ത് പോയാലൊരു പുഴയിലിറങ്ങിയ ഞാൻ പിന്നെ ബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയെ കുളിക്കാറുണ്ട്. അറിയാൻ വയ്യാത്ത നീന്തതില്ല. ഇവിടെ ഇത്രയും പ്രദേശം ഈ 5 കിലോമീറ്ററിൽ എന്തൊക്കെ ഉണ്ടെന്ന് കുഞ്ഞു പ്രായം തൊട്ട് കാലും തട്ടി കയ്യും തട്ടി അപകടങ്ങൾ കണ്ടും കേട്ടും ഇന്നിടത്തുണ്ടെന്നറിയാം. എനിക്കിപ്പോഴും ഞാൻ ട്യൂബില്ലാതെ, കാര്യം കാലോ കയ്യോ കോച്ചോ എന്നറിയാം. മറ്റേ ട്യൂബില്ലാതായിരുന്നു ഞാൻ വല കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കെൻ്റെ പ്രായം കൊണ്ട് കാലോ കയ്യോ ചിലപ്പോൾ കോച്ചിയാൽ അത് അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് മുട്ടുനീര് വെള്ളത്തിൽ കൊണ്ട് ഞാൻ ഇറങ്ങണം. ഇപ്പോൾ ട്യൂബും കൊണ്ട് ഇറങ്ങാറുള്ളൂ. അപ്പം കുഞ്ഞാ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് ഇനി എത്തണം മറ്റേ വല കഴിക്കാൻ. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചപ്പ് കയറുന്നില്ല. നമ്മളിങ്ങനെ പലതവണ വരുന്നേം പോകുന്ന വീഡിയോ കുറേശ്ശെ എടുത്തു വെക്കും. എപ്പോഴെല്ലാം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ അതുമല്ലെന്നേ, ഇതൊക്കെ ആഗ്രഹിച്ചിഷ്ടം. ഞാനിത് ഇവിടെ സൗദി 10-12 വർഷം കിടന്നപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഓരോ ഹയർ സ്റ്റഡീസ് ഒന്നും പറയാൻ പറ്റില്ല, പഠിക്കാനും പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്കും ജോലിക്കും അതിനും ഇതിനൊക്കെ അങ്ങ് പോയി. ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. ഇപ്പോൾ അതേ അമ്മും ദീപവും വേണം കൂടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അവരവരുടെ ജോലിയും കാര്യമായിട്ട് പോകുന്നു. അല്ല, നേരത്തെ കച്ചാച്ചി അവധിക്ക് വരുമ്പം ഞങ്ങളിങ്ങനെ മറ്റേ ശബരിമല റൂട്ടില്ലേ, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും ശബരിമല റൂട്ടിന്. അപ്പം ഞാൻ ഛർദ്ദിക്ക് വണ്ടിയിൽ കയറി, അതിന് ഓട്ടോയെ കൊണ്ടുവന്നേ. ആ ശബരിമല റൂട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കാടിൻ്റെ തീരത്ത് ആന വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് നല്ല പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കിട്ടും. എന്നിട്ട് ഷാപ്പിൽ നിന്ന് നല്ല അപ്പോൾ ഒരു ഷാപ്പുണ്ട്, എന്നിട്ട് അവിടെ നിന്ന് നല്ല കപ്പയും മീൻതലക്കറിയും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് മേടിച്ചുകൊണ്ട് വരും. യൂണിഫോമോടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ അള്ളുങ്കൽ ഒരു പാറയുണ്ട്, വീട് പോലെ ഒരു പാറയുണ്ടായിരുന്നു കയറിയിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അവിടെ പോയിരുന്നുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അപ്പോളേ നടന്നിങ്ങനെ പോകുമ്പോൾ എല്ലാവരും പറയും ഇതിനൊക്കെ പ്രാന്താ, വീട്ടിൽ വെച്ച് കഴിച്ചുകൂടെ. അങ്ങനെ നമ്മളാരെയും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. അമ്മ ഇങ്ങനെ അതായത് നാട്ടുകാരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയും. നമ്മൾ പോകേണ്ടിടത്തെല്ലാം ഇഷ്ടംപോലെ ആസ്വദിച്ചു ആ ഒരു കാര്യത്തിൽ. ഒന്നുമില്ലെങ്കിൽ അതിൽ നിൽക്കുന്ന കപ്പ അത് വിളഞ്ഞിട്ട് പോലും കാണത്തില്ല, അതുള്ളത് വേര് പോലെ ഇരുന്നാലും ഞങ്ങൾ അത് പിഴുതിട്ടായാലും എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന ആറ്റുമീനും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇതേപോലെ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, താൻ ചത്ത് മീൻ പിടിക്കരുത്. അത് എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. കാര്യം നമുക്കെന്തെങ്കിലും ദുരന്തം സംഭവിച്ച ഒരു കാര്യവും ചെയ്യരുത്, ഒരു ചാലഞ്ചിനും എടുത്ത് ചാടും.
ആരോടും വാശിക്കോ അല്ലെ തർക്കത്തിനോ പിന്നെന്താ പറയുക എന്നെ കൊണ്ടത് കഴിയുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിൽ ഒരു മത്സരത്തിനും പോകരുത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. ഞാൻ സ്വന്തമായി തയ്യാറാക്കിക്കൊണ്ടുവന്ന കോഴിക്കറി, ഇതിൻ്റെ അച്ചപ്പം, ദോശകൾ. ചൂടാക്കളെ ചേച്ചി, ഇതൊന്ന് തണുപ്പിച്ചോളൂ. തണുക്കുമ്പോൾ കഴിക്കും. കറി ശരിയായോ ചേച്ചി? കറി ഒന്ന് കൂട്ടി നോക്കി. നല്ല ചൂട് ദോശയാ, എൻ്റെ ആവി വറക്കുന്നേ. മോനാ അതാണ്ട ചേച്ചിയുടെ പാത്രത്തിൽ വെച്ചേക്കുന്നേ. ഇടയ്ക്ക് വേറെ വട്ടത്തിൽ തരാം. ഇത് തണുക്കട്ടെ. ആ എന്നാ വട്ടത്തിലെ ദോശ. അവന് വട്ടത്തിലെ ദോശ വേണം, മൊത്തം തിന്ന്. കല്ലുകൊണ്ട് തരാട്ടോ. നല്ല കറിയാണല്ലോ. ഞാൻ വെച്ചോണ്ടാണോ? നമ്മളെ കട്ടൻ കാപ്പി, കോഴിക്കറി, ദോശ, അച്ചാച്ചി, കല്ലു കിടു, കുഞ്ഞമ്മാമന് തലവേദന. പിന്നെ ഞാൻ അമ്മോ കോഴിക്കറിയിൽ മുക്കിയാണോ തിന്നുന്ന മിടുക്കൻ? എന്തൊരു മിടുക്കനാണോ? അടുത്തി തരണോക്കളെ ചിക്കൻ. ഒരു കഷ്ണം വെക്കട്ടെ, മോൻ തന്നെ അടുത്തുവോ? മിടുക്കനാണല്ലോ എൻ്റെ കുഞ്ഞ്. എന്ത് പെട്ടെന്നാണ് വളർന്നല്ലേ. ഇത്ര ഉള്ളായിരുന്നു വിശപ്പ്. ഇതിനാണോ ഞാൻ മെനക്കെട്ട് അത്രയും സമയം എടുത്തിട്ട്? പിന്നെ എന്തോ ഉണ്ടാക്കി കഴിക്കാനാ? എന്നാ മൊത്തം കറി ഞാൻ അത് ഒഴിക്കത്തില്ലായിരുന്നു. എന്തോ കറി വെക്കുവോ? എന്തോ കറിയാ? ആ ചൂടാണോ? ഊതിത്താ എന്നിട്ട് ഊതിത്തരുവോ? അല്ല എനിക്കിപ്പോൾ വേണം. ഉപ്പ് നോക്കാൻ താ. നീ ഇങ്ങനെയല്ലേ വെച്ചാ ഉടനെ. ഉപ്പ് നോക്കാൻ താ. ഉപ്പ് നോക്കാൻ താ. നീ നക്കല്ലേ. ഉപ്പ് നോക്കാൻ ഇങ്ങനെയാ. നോക്കട്ടെ. ആ ഉപ്പുണ്ട്. കണ്ട ചേച്ചി മീൻ പിടിക്കാൻ വേണ്ടി ലൈറ്റ് അടിച്ച് പോവാ. താഴെ ഒരു വീശുകളുണ്ട്, അവിടേക്ക് പോവാ. നീയാണോ കിടിച്ചേട്ടൻ? ആ കള്ളന്മാരെടുത്തോണ്ട് പോയ എന്തോ ചെയ്യും? മസിലുണ്ടോ? എവിടേക്കാ മസിലുള്ളേ? അത്രേ ഉള്ളോ? വയറ്റത്തില്ലേ? ആ അത് വയറ്റത്തെ മൊത്തം മസിലാ കേട്ടോ. മൊത്തത്തിൽ മസിലാ കൊച്ചിന്. നോക്കി വാ. കൈ ഇതെന്തിനാ ഇത്രയും? ആണോ? ഉണ്ട്. ഇതൊരു പണി. ഇനി വേണ്ട, കള്ളന്മാരെടുത്തിട്ട് പോയത്. ആർക്ക്? ആണോ? ഞെക്കല്ലേ. മറ്റേ നാറാണത്തെ ഭ്രാന്തന്റെ ജൂനിയർ വേർഷൻ. ആ പൊക്കോ എടുത്തു. ആ അപ്പൊ വെട്ടമടിച്ചു. അത് ഒത്തിരി വലുതല്ലേ മോനെ? വലിയ ചെറുക്കനായോ? നീ ആരാ? എന്തോ ചേട്ടനാ നീ? കിടിച്ചേട്ടനാ? വീടല്ലേ ഇതിപ്പോ ഇത്രയും കല്ലിന് തിരിച്ചു കൊണ്ടിടുന്ന ആരാ? കല്ല് വന്നോ? കല്ല് വച്ചേച്ചി. എന്നാ ഇവളൊറ്റയ്ക്ക് ചേച്ചി ഇട്ടിട്ട് വന്നോ? ഇപ്പൊ കണ്ടോണേ. 1 2 3. ആ നീന്തടാ. ചേച്ചി കബഡി കളിക്കുന്ന പോലെ നിൽക്കുക. അങ്ങോട്ട് ഇപ്പുറത്തോട്ട് നീങ്ങടാ. മീൻ കിട്ടിയോ? നമുക്ക് വറക്കാം.
അവിടെ ഇട്ടാര് പിന്നെ പോരുമ്പോ എടുക്കാം. എടാ അവിടെ വെക്കടാ കല്ല്. ഇവിടെ വന്നാ നിന്നെ കരക്ക് കയറ്റും. തേണ്ട പോന്ന ചാച്ചി. ആ ഇനി അപ്പയുടെ മടി വന്ന് ചുരുണ്ടിരുന്നു. തന്നെ എടുത്ത് തണുക്കുന്നു ചൂണ്ടിടണം. ചൂങ്കട നേരെ നില്ലേ നീ എന്നും അച്ചാച്ചി കൊണ്ടുവരാമേ. അയ്യോ അങ്ങനെ ചാടല്ലേ, ചാടിയല്ലേ. ആ മുറി 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 മുറി. ആര് ചാടുന്ന പോലെ? തണുപ്പ് തലക്ക് പിടിച്ചാ ഫിറ്റാവോ? ചെറുതായിട്ട് തോർത്തിയാ ചേച്ചി, വെള്ളം തെറിച്ചിട്ടുണ്ട്. ആ ഇന്ന് കിട്ടും. ഇത് ചാടിയ മാമന്റെ നട്ടി ഉറപ്പാ. വെള്ളത്തിൽ ഒരു ചാട്ടും ചാടി അത്താച്ച ഇവിടെ കൊണ്ടു നിർത്തും. ഞാൻ അങ്ങോട്ട് ശിവന്റെ പോലെ ശിവ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. അത് ആ ശിവനെ പോലെ ഇങ്ങനെ പറന്നു വെള്ളത്തിൽ ചാടി ഞാൻ മുങ്ങും. തള്ളി ദുസ്താതാ. മുങ്ങി ആ ചേച്ചിയുടെ ബെഡ്ഷീറ്റ് ഉണ്ട്, പുതപ്പ്. രാജീവ് ഗാന്ധി സ്റ്റൈൽ അല്ല, രാഹുൽ ഗാന്ധി സ്റ്റൈൽ. രാഹുൽ ഗാന്ധി സ്റ്റൈലാ. മൂപ്പത്തി കൊഞ്ചിന്റെ കൊഞ്ച് ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് വീട്ടിൽ പാം വീട്ടിൽ പോയി ഉടുപ്പിടാവേ. ആ കൊഞ്ചിന്റെ സൗണ്ടാ. ഞങ്ങള് ടാറ്റ പറഞ്ഞേ. അങ്ങനെയാണോ അപ്പൊ പറഞ്ഞേ? ടാറ്റ എങ്ങനെ? പേടിയുള്ള മാമന്റെ തോളത്തിരിക്കുന്നുണ്ടോ? എനിക്ക് എടുത്തോണ്ട് കയറാൻ വയ്യ. അച്ചാച്ചി ആറ്റിലിരിക്കുക. അച്ചാച്ചി ഞങ്ങൾ പോട്ടെ. ആ വല കൊണ്ടുവന്ന ബാ അവൻ്റെ. അച്ചാച്ചി ചെറിയൊന്ന് പൊട്ടിച്ചു വിട്ടേക്കണേ. വഴി മേളോട്ട് വരത്തില്ലേ റോഡ് വരെ? ഞാനേ ചെരുപ്പില്ലാണ്ട് ഇറങ്ങി. എനിക്ക് അങ്ങനെ ചില സ്വഭാവങ്ങൾ. ഓ കവറിൻ്റെ വള്ളി പൊട്ടി. ഭാഗ്യത്തിന് പൊട്ടിയൊന്നും പോയില്ല. ഞാൻ ചെരുപ്പിടാണ്ട് ഇങ്ങനെ വന്നു. എൻ്റെ ചെരുപ്പ് ഒരെണ്ണം പട്ടി എടുത്തുകൊണ്ട് പോയി. എനിക്ക് സെലിബ്രിറ്റികളെ പോലെ 10-100 ജോഡി ചെരുപ്പൊന്നുമില്ല. ഒരു ചെരുപ്പ് മേടിച്ചാൽ അത് പൊട്ടി കഴിയുമ്പോഴേ അടുത്ത ചെരുപ്പ് മേടിക്കുകയുള്ളൂ. അത് ഇട്ടിട്ടിട്ട് പൊട്ടി അങ്ങേ അറ്റം പറ്റി ഒറ്റ വള്ളി ഇട്ടുകൊണ്ട് നടന്ന് പൊട്ടിയ വള്ളി ഇട്ടുകൊണ്ട് നടന്നിട്ടാണ് ചെരുപ്പൊന്ന് മാറുന്നത്. ഇരിക്കുന്നു നോക്കിയേ.